Opening hours with MyFin. ഏതായാലും മാർക്കറ്റിൻ്റെ മറ്റ് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഹാർനസ് ഫിനിലെ ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായ അനീഷ് ചന്ദ്രൻ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് സാർ, നമ്മളിവിടെ ഓൾറെഡി സീരിയസ് ആയിട്ടുള്ളൊരു ഡിസ്കഷനിൽ സാറ് പറയുമായിരുന്നു Nifty 50 അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഒരു മാർക്കറ്റിനെ നോക്കുമ്പോഴും വലിയ രീതിയിലൊരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു ഡെഡായിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നോക്കുമ്പോഴും മാർക്കറ്റിനെ സംബന്ധിച്ച് കാര്യമായൊരു മൂവ്മെൻ്റ് ഒന്നുമുള്ള ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. 25,788 ഇപ്പോഴത്തെ ഒരു ലെവൽ. മാർക്കറ്റിൽ എന്താണ് ഇങ്ങനെ ഒരു എന്നാണ് ഒരു മൂവ്മെൻറ്റ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇന്നത്തെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു 25,700 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അവിടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യത, അത് കാരണം ഒരു സെന്റിമെന്റൽ അപ്രോച്ചസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു ലോ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ വരുന്ന മൂവ്മെന്റ്സ്. അപ്പൊ ഞാൻ വളരെയധികം പോസിറ്റീവ് എന്നുള്ള രീതിയിൽ നിന്ന് കുറച്ചൊരു സൈഡ് ബേസ് ഉള്ള മൂവ്മെന്റിലേക്ക് ആയിരിക്കും പോകാൻ പറ്റുന്നത്. ബട്ട് നമ്മൾ പോസിറ്റീവ് ബയാസ് ഉണ്ട് അവിടെ. ഈ ഒരു റിക്കവറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 26,000 അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണുന്നത്. അപ്പോൾ അറൌണ്ട് 200 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ്സ് പോസിറ്റീവ്ലി വരാനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട്. ഈ 25,700 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പോയിന്റ്സ് ആണ്. അതേപോലെ ഇപ്പൊ ഇമീഡിയറ്റ് ഒരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേ നാളെ വീക്കെൻഡിലെ ട്രേഡിംഗിന്റെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയാനും നമുക്ക് ഒരു 26,000 അടുത്തേക്ക് സാധ്യമാണ്. ഇപ്പൊ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇന്നലെ നമ്മൾ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി വളരെയധികം പോസിറ്റീവ് ആയിരുന്നു. ഇന്ന് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ലീഡ് ചെയ്യുന്നത് നമ്മുടെ നിഫ്റ്റിനെ. അതേപോലെ തന്നെ IT ഇൻഡെക്സിനെ കുറിച്ച് ബൈങ് വിസിബിൾ ആയിട്ടുണ്ട്. അതേപോലെ കൊമോഡിറ്റി സ്റ്റോക്സുകളിലൊക്കെ ബൈങ് വിസിബിൾ ആവുന്നു. അപ്പൊ സെലക്റ്റീവ് ആയിട്ട് പലയിടത്ത് നിന്നുകൊണ്ട് ഒരു സപ്പോർട്ട് നമ്മുടെ നിഫ്റ്റി കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സർ, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,042 എന്നൊരു നിലയിലാണ് ഇന്ന് ട്രേഡിംഗ് തുടരുന്നത്. 0.2% ഒരു നേട്ടം കാണുന്നുണ്ട്. 100 പോയിന്റ് ഒരു നേട്ടമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു പോസിറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇന്നലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് അവിടെ കാണാൻ സാധിച്ചില്ല. ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നല്ല ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തെങ്കിൽ പോലും അത് തിരിച്ച് റിക്കവർ ചെയ്ത് വന്നിരിക്കുന്നത് വളരെയധികം പോസിറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ബാങ്കിങ്ങിൽ എനിക്ക് തോന്നുന്ന ഒരു 60,000 അടുത്തേക്ക് വീണ്ടും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂസ് ഒരു മൂവ്മെന്റ്സ് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ രീതിയിൽ കാണുന്നത്. പോസിറ്റീവായിട്ട് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് തന്നെയാണ് വളരെ നല്ലത്. 60,000 ആണ് അടുത്ത നിയറസ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, കേൾക്കാമോ? യെസ്, കേൾക്കാം. അനീഷ്, എനിക്ക് ചോദിക്കാനുള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എനിക്ക് അനീഷിൻ്റെ ഒന്ന് അറിയേണ്ടത്. അനീഷിന് അറിയാമല്ലോ, സാധാരണ ഈ ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ്, അതുമാത്രമല്ല FIIs ഒക്കെ കൂടുതലും അമേരിക്കയിലുള്ളവർക്കൊക്കെ ഓൾറെഡി അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻസും പാർട്ടിയും വെക്കേഷനും ഒക്കെ തുടങ്ങി. അത് കാരണം തന്നെ പൊതുവേ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ കുറച്ച് ലൾ ആൻഡ് ഡള്ളായിരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും കുറച്ച് ഡെഡായി നിൽക്കുന്ന സമയമാണ്. പൊതുവേ ഒരു ഡിസംബർ അല്ലെങ്കിൽ ഒരു ഇയർ എൻഡ്, കലണ്ടർ ഇയർ എൻഡ് അല്ലെങ്കിൽ ക്രിസ്മസ് ടൈം അല്ലെങ്കിൽ ന്യൂ ഇയർ ടൈം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇവർ തലപൊക്കാൻ പോകുന്നത് ഏതാണ്ട് ജാനുവരിയിൽ 2 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ FIIs ഒക്കെ തലപൊക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള സീസണൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരു സൈഡിൽ നിൽക്കെ തന്നെ നമുക്കറിയാം ഇന്ത്യൻ വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തെ ഏറ്റവും ലോ ആണ്. അതായത് വിക്സ് ലോവർ ലെവലിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡെഡാണ്. മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ ഒരു മൂവ്മെൻറ്റോ വോളറ്റിലിറ്റിയോ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിക്സിൻ്റെ ഡേറ്റ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവിലാണെങ്കിലും വോളിയൂംസ് വളരെ ലോ ആണെന്നുള്ളത്. അതായത് മാർക്കറ്റിനൊരു ക്ലൂവോ ഇല്ല. ഞങ്ങൾ ഈ ഓപ്പണിംഗ് ഹൗസിൻ്റെ തുടക്കം ഇന്ന് കംപ്ലീറ്റ് അതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഈ ആളില്ലാത്ത കപ്പൽ വെള്ളത്തിൽ കിടക്കുന്ന പോലെ ഇത് എങ്ങോട്ടാണ് യാത്ര ചെയ്യണമെന്ന് അറിയാതെ വളരെ ബോറിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് അനീഷിനോട് ചോദിക്കാനുള്ള ഒരു ജനറൽ ചോദ്യം എന്ന് പറഞ്ഞാൽ, പല ചാർട്ടുകളും നല്ല നല്ല ട്രിഗേഴ്സും ബ്രേക്ക് ഔട്ടുകളും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ആ ബ്രേക്ക് ഔട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രമുള്ള ഒരു വോളിയം
ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്തത് കാരണം ഇപ്പോൾ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റിയ സമയമാണോ, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഒരു പൊസിഷൻ എടുക്കേണ്ട സമയം തന്നെയാണോ? കാര്യം ചിലപ്പോൾ പല ചാർട്ടുകളും പോസിറ്റീവായിട്ട് കാണിക്കാം, പക്ഷേ ഇതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് മാത്രമുള്ള വോളിയം മാർക്കറ്റിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഓപ്ഷൻ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ആരും ഹെഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതായത് പുട്ട് ബൈയിങ്ങിൻ്റെയൊക്കെ നമ്മളൊരു ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ മോശമാണല്ലോ. അപ്പോൾ അനീഷിൻ്റെ എക്സ്പീരിയൻസിൽ അനീഷ് എന്ത് തോന്നുന്നു, ഇത്ര ഡെഡ് ആയിട്ടുള്ള അനാഥനായിട്ടുള്ള ഒരു ഓർഫൻ മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അനീഷ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ, അങ്ങനെ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറയാനായിട്ട് കഴിയും. ഇതിനു മുമ്പും ഇതേപോലുള്ള വോൾട്ടാലിറ്റി കുറഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇത്രത്തോളം നിലനിന്ന് അല്ലെങ്കിൽ കൂടുതൽ സമയം നിന്നു എന്നുള്ളത് ആണ് ഇതിനെ ഒരു ഡിഫറൻസ് ആക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സെബി നമ്മളെ ഓപ്ഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് കുറെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ബ്രോക്കറേജ് ഫേംസുകളും കുറച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ഒരു ഷോർട്ട് ടൈമിലെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിലെ വോളറ്റാലിറ്റി കുറയാനായിട്ട് അത് കാരണമായി എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ബട്ട് ചാർട്ടുകളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ടുള്ള ഒരുപാട് ചാർട്ടുകൾ, കൊമോഡിറ്റി സ്റ്റോക്സുകളിലെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ചാർട്ടുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതെല്ലാം തന്നെ ആ സ്പീഡായിട്ടുള്ള ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജമ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രിഗർ പോയിന്റ് ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നത്. കാരണം അത് നമ്മളെ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ജോബേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറി ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ടിക്കേറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാവാം, പുതിയ ഡേറ്റ സെറ്റുകൾ ഇല്ലാത്തത് കൊണ്ടാവാം, ഇതെല്ലാം പല കാരണങ്ങൾ കൊണ്ടാവാം അവിടെ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് ഏത് ടോപ്പിലും നമ്മുടെ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇതേപോലുള്ള ജോബേഴ്സും അല്ലെ സ്പെക്കുലേറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ കുറച്ച് കുറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഡെലിബറേറ്റ് ആയ ഒരു കർവ് ചെയ്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇത് ഇല്ലാത്തത് കൊണ്ട് ആ സ്പീഡ് വളരെ കുറവായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൊമോഡിറ്റി സെക്ടറിലെല്ലാം തന്നെ സ്റ്റോക്സുകൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടുകളൊക്കെ തരുന്നു. അതേപോലെ തന്നെ NBFC കമ്പനീസിന്റെ സംബന്ധിച്ച് ഇന്നലെയൊക്കെ കുറെ ബ്രേക്ക് ഔട്ടുകൾ, 1-2 കമ്പനികളിലൊക്കെ നല്ല ഫ്രഷ് ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ആ പഴയതുപോലുള്ള സ്പീഡ് ഉണ്ടായിട്ടില്ല. ആ സ്പീഡ് ഉണ്ടാവുന്ന ഒരു മാർക്കറ്റ് അല്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആസ് എ പോയിന്റ് ഓഫ് ഷോർട്ട് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ച്, വളരെ ഷോർട്ട് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇമീഡിയറ്റ് ഒരു ഫ്ലോ ഓഫ് മണി വരുന്നില്ല, സംഭവിക്കുന്നില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ നോക്കുന്നപ്പോൾ നമ്മളുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഈ ടോപ്പുകളിലും വളരെ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സ്ലോ ഡൗൺ തന്നെയാണ് എന്ന് പറയാൻ പറ്റും. സാറിന് ഒരു ഇൻഡെക്സിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് ഇന്ന് നോക്കുമ്പോൾ 1% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. നമ്മൾ മാർച്ച് തുടങ്ങി ഓട്ടോ ഇൻഡെക്സ് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു ട്രേഡിംഗ് തുടർന്നത്. കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഓട്ടോ ഇൻഡെക്സിൽ ട്രേഡ് നടന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടിവ് ഉണ്ടോ, അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ള ഒരു സാധ്യതയുണ്ടോ ഓട്ടോ ഇൻഡെക്സിൽ? ഇതില് കുറച്ചൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വോളിയത്തിൽ വളരെയധികം ഡൗൺ വന്നിട്ടുണ്ട്. അത് നമ്മൾ വളരെ ക്ലിയർ ഓട്ടോയുടെ ചാർട്ടിൽ കാണാവുന്നതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ സ്റ്റാർട്ടിങ് മുതൽ വോളിയത്തിൽ വളരെയധികം ഡൗൺ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പ്രൈസിൽ മൂവ്മെന്റ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു കറക്റ്റീവ് ആക്ഷൻസ് കുറച്ചുകൂടെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും വോളിയം പിക്കപ്പ് ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം നല്ലൊരു റിട്ടേൺസ് ആൾറെഡി തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം 23,000 നിന്ന് 28,000-ലേക്കാണ് ഇത് മൂവ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു മൂവ്മെന്റ്സിന്റെ ഒരു കറക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് കോറിലേറ്റഡ് ചെയ്യുന്ന ഒരു ആക്ഷൻസ് വരേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു 25,400-ന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് വാച്ച് ചെയ്തിട്ട് കോഷ്യസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് എടുക്കുകയായിരിക്കും ഈ സെക്ടറിനെ സംബന്ധിച്ച് നല്ലത്. സാർ, മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുന്ന ഒരു മിഡ് ക്യാപ്പ് ഓഹരിയായി മാറിയിരിക്കുന്നത് HDFC AMC ആണ്. 4.8% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാർച്ചിന് ശേഷം ഓഹരിയിൽ ഒരു മികച്ച നേട്ടം കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 40% മുകളിൽ നേട്ടം നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് കാണുന്നതായിട്ടാണ് നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ കാണുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ചാർട്ട് പാറ്റേൺ ആണ് ഇതിൽ കാണുന്നത്. കാരണം കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് ആ 3 മാസങ്ങളിൽ നിന്ന് ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിരുന്നു. 1800 ലെവലിൽ നിന്ന് ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം
2800 ലെവലിലേക്ക് വന്നു. ആ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ അതുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ഒരു റിക്കവറി സെക്കൻഡറി മൂവ്മെന്റിലേക്ക് പോകുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, വളരെയധികം ഒരു സെക്കൻഡറി മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയും ഒരുപാട് മൂവ്മെന്റ്സ് വരാനുണ്ട്. അതിന്റെ സ്പീഡ് കുറച്ച് കുറയുന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ വോളിയത്തിലൊന്നും കുറവ് വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി മൂവ്മെന്റ്സ് ഇനിയും ബാക്കിയുണ്ട്. കൂടുതൽ മൂവ്മെന്റ്സുകൾ ബാക്കിയുണ്ട്. 3000 അടുത്തേക്കൊക്കെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യുകയും പോസിറ്റീവായിട്ട് സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുകയായിരിക്കും നല്ലത്. സാർ, നമുക്ക് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ടിറ്റാഗറിനെ സംബന്ധിച്ച് ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിലുള്ളൊരു നേട്ടമാണ് രേഖപ്പെടുന്നത്. പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ന്യൂസ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ റെയിൽവേ ഓഹരിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് ജൂലൈ 2024 ശേഷം ഒരു ബെയറിഷ് ട്രെൻഡിലായിരുന്നു ഓഹരി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വർഷം നോക്കുമ്പോൾ കാര്യമായ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ടിറ്റാഗർ റെയിൽ അതല്ലേ 774 എന്നുള്ള ലെവലില് ഓക്കെ 774 ഇപ്പോ ട്രേഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് അത് ഒരു സൈഡ് വൈസ് ട്രെൻഡിലായിരുന്നു. ഒരു കൺസോൾട്ടേഷൻ ആണ്. ബട്ട് നമ്മൾ നോക്കേണ്ടത് കാര്യം വളരെയധികം വോളിയം കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് മാർക്കറ്റിലെ വോളിയം കുറവായിരിക്കുന്ന ഒരു സമയത്ത് സംസാരിക്കുമ്പോൾ വോളിയത്തിൽ വളരെയധികം ഒരു ആകാംക്ഷ നമുക്കുണ്ട്. ബട്ട് ഒരു കൺസോൾട്ടേറ്റഡ്, എനിക്കിപ്പോ പറയാൻ കഴിയുന്നത് ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞു, ഒരു ഡൗൺ ട്രെൻഡ്, അതൊരു സപ്പോർട്ട് സോണിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ്, ഇപ്പൊ മൂവ്മെന്റ്സ് വന്നിട്ടില്ല, വോളിയം കൂടി ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ട് ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇപ്പൊ ഇമീഡിയറ്റ് നമുക്കുള്ള ഒരു സപ്പോർട്ട് 750 ആണ്. ഈ 750 ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 850,000 അടുത്ത് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴത്തെ സമയത്ത് ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രെൻഡിനൊപ്പം നിൽക്കുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺ ഗെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. താങ്ക് യു അനീഷ് സാർ, ഇത്ര അപ്ഡേറ്റ്സ് പങ്കുവച്ചാൽ. താങ്ക് യു സർ. Opening hours with MyFin.